എന്റെ ഫോളോവേഴ്സിനോട് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചതിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വണ്ടി കണ്ടോ, ഇനോവ 2011 മോഡൽ മഹാരാഷ്ട്രയിൽ നിന്ന് വെറും 2.25 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടെ വണ്ടി ഇറക്കിയതിനു ശേഷം മുമ്പ് ഭയങ്കര ഹാപ്പിനെസ്. പക്ഷെ വണ്ടി ഇവിടെ ചെക്കിങ്ങിന് കൊണ്ടുവന്ന ശേഷമുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കാരണം ഏതൊരു വണ്ടിന്റെ ബോഡി നോക്കുകയാണെങ്കിലും എത്ര 150ന്റെ താഴെ വേണ്ടത്, 150ന്റെ താഴെ. ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പൊട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ എത്ര 343 അത്യാവശ്യം പൊട്ടി കയറിക്കുന്നു. ഈ ഒരു ഭാഗത്ത് പൊട്ടി കയറിക്കുന്നു. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് 343 ആ റേഞ്ച് തന്നെ അല്ലേ വരുന്നത്. 522 നല്ല വൃത്തിക്ക് പൊട്ടി കയറിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഈ ഒരു ടോപ്പ് ഭാഗം നോക്കുകയാണെങ്കിൽ എത്ര 977. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ 251, ഇവിടെ 977. ഈ ഒരു ഭാഗത്ത് നോക്കി നിങ്ങള് ഇവിടെ 625. നീ കറക്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു വണ്ടിന്റെ ബോണറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ചേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ കറക്റ്റ് ഇതിന്റെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിന്റെ ഇതാണ് പോയിന്റ്. 100ന്റെ ചോടാണ് വരുന്നത്. ഇത് മാറ്റിയതാണ് ജസ്റ്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് ഇതും മാറ്റിയതല്ലേ വരുന്നത്. ഇതും മാറ്റിയതാണ്. 135 ആണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഏകദേശം അതാണ് നോർമൽ. ഇത് കൂടാതെ ഇവിടെ വന്ന് ചെക്കിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നിങ്ങൾ കാർ ഓഫർ ആണ് വിചാരിച്ചിട്ട് ചെക്ക് ചെയ്യാതെ വണ്ടി വാങ്ങരുത്. വാങ്ങി കഴിഞ്ഞാൽ പെട്ടുപോകും. നമ്മൾ സാധാരണക്കാര ആൾക്കാർ പെട്ടുപോകും. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ്. കാരണം നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യാതെ വണ്ടി വാങ്ങരുത്. ഇനി അടുത്ത ഞാൻ കാണിച്ചത് ഇവിടെ ഫുള്ള് സ്കാനർ വെച്ചിട്ടല്ലേ. നിങ്ങൾ വരി, ഇവിടെ ഫുള്ള് സ്കാനർ വെച്ചിട്ട് എന്താ റെഡി ആയോ? ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? ചെക്കിങ് നടന്നുകൊടുക്കുകയാണ്. ഓക്കെ, വണ്ടി ചെക്കിങ് നടന്നുകൊടുക്കുക. ഫൈനൽ റിസൾട്ട്, ആഫ്റ്റർ റിസൾട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇതിന്റെ ഉള്ളില് ഓയിൽ ലീക്കേജോ, എഞ്ചിൻ ഭാഗത്ത് ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ? ഇത് ഫുള്ള് റെസ്റ്റ് ആണല്ലോ. ഉള്ളിലേക്ക് റെസ്റ്റ് ഉണ്ട്. നമ്മൾ വണ്ടി പൊന്തിച്ചിട്ടാൽ കുറച്ചുകൂടെ കൂടുതൽ. ഇതിപ്പോ നല്ലൊരു തട്ട് തട്ടിയതിന്റെ അടയാളം ഇടി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിന്റെ ഇതൊക്കെ വലിച്ചു നിർത്തിയതാണ്. മൊത്തം ഇടി കിട്ടിയതാണ്. നല്ല ഇടി കിട്ടിയാണ്. ഇപ്പൊ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എന്തൊക്കെ കംപ്ലൈന്റ് ഉള്ളത് കറക്റ്റ് സ്ക്രീനിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അതെ. ആഫ്റ്റർ റിസൾട്ട് എന്താണ്? ഇപ്പൊ നമ്മൾ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കംപ്ലൈന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ പറ്റും. എന്തൊക്കെ ഫാൾട്ടുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ഫാൾട്ടുള്ളത്? എയർ ബാഗ്, ABS കംപ്ലൈന്റ് ആണ്. അത് നമ്മൾ ഈ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? വേറെ ഇലക്ട്രിക് പരമായിട്ടുള്ള ഇലക്ട്രിക് ലോക്കാണ്. ഇത് രണ്ടും റെഡ് ആയിട്ട് കാണിക്കുന്നത് അതാണോ? ഫാൾട്ട് ആയിട്ട് കാണിക്കുന്നത് എയർ ബാഗും പിന്നെ അതേപോലെ തന്നെ ABS-ഉം. ഓക്കെ, സ്കാനിങ് ഫുള്ളൊന്നും കഴിഞ്ഞു. സ്കാനിങ്ങിന്റെ ഏകദേശം നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു അപ്രോണ്ട് ഈ ഒരു ബോണ്ടിന്റെ ഉള്ളിലേക്കുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്, ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുക. ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് സ്കാനറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യും. ഇത് ബാറ്ററി കംപ്ലൈന്റ് ഉണ്ടോ? ബാറ്ററി നമ്മൾ ഇതിന്റെ ഈ വണ്ടിയുടെ CC നോക്കിയിട്ടാണ് അതിന് എത്ര കപ്പാസിറ്റി വേണമെന്നുള്ളത് നമ്മൾ ഈ ബാറ്ററിയിൽ നമ്മൾ സ്കാനറിൽ അടിച്ചു കൊടുത്താൽ അതിന്റെ കപ്പാസിറ്റി ഓക്കെ ആണോ അല്ലയോ, ഇത് പെർഫെക്റ്റ് ആയിട്ട് ചാർജ് കയറുന്നുണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ കറക്റ്റ് ആയിട്ടാണോ ചാർജ് എടുക്കുന്നത്, എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കി ഫുള്ള് ബോഡി ലെവൽ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി അല്ലേ. ഓരോ പെയിന്റിങ് എത്ര പൊട്ടി കാര്യങ്ങളൊക്കെ കയറിയൊക്കെ നോക്കി, വയറിങ് കാര്യങ്ങൾ നോക്കി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വണ്ടി നല്ലോണം പൊക്കിയിട്ട് അതിന്റെ അടിഭാഗമാണ് ചെക്ക് ചെയ്യാം. നമ്മൾ വണ്ടി പൊക്കിയാലോ? തീർച്ചയായിട്ടും ക്യാമറ ഉപയോഗിച്ചിട്ട് ഫുള്ള് ചെക്ക് ചെയ്യാണ്. റേഡിയേറ്ററിന് ലീക്ക് ഉണ്ടല്ലേ? ഓയിൽ ലീക്ക് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഭാഗം അല്ലേ, ഇതിന്റെ നമ്മുടെ ഈ ക്രോസ് ബാർ നല്ല ഇടി കിട്ടിയിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൽ ടാങ്ക് പക്ക ഉടായ്പ പണിയാണ്. ഡീസൽ ടാങ്ക് നമ്മുടെ MCL ഫുള്ള് MCL അടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ റബ്ബർ വെച്ചിട്ട് കവർ ചെയ്തേക്കാണ്. ഓക്കെ, ഇതൊക്കെയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചെറിയ പൈസ കിട്ടാൻ പറഞ്ഞിട്ട് ചാടി വീഴാൻ നിൽക്കണ്ട. വീണ്ടും ആവർത്തിച്ച് പറയാണ്. പ്ലാറ്റ്ഫോം മൊത്തം പോയിക്കണല്ലേ? പ്ലാറ്റ്ഫോം മൊത്തം പോയിക്കുന്നു. ഫുള്ള് പണി കിട്ടാണ്. കാരണം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോ കണ്ട അവസ്ഥകളാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2.25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നേരം കൊണ്ട് വേറെ വണ്ടി എടുക്കുകയാണെങ്കിൽ അത്രക്കും നന്നായി. നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യാതെ വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ ഏത് ഷോറൂമിൽ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്പെക്ഷൻ ചെയ്യണം അല്ലേ. ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സ്പോട്ടിലേക്ക് പോവുക,
വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യുക. ഒരു നോർമൽ 1 ലക്ഷം റുപ്യന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും ഒന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടമില്ല. കാരണം നമ്മളൊരു വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ചെക്ക്, കോംപ്രഹെൻസീവ്, പിന്നെ പ്രീമിയം കാറുകൾ ചെക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണുള്ളത്. കാരണം ഏത് കാറ്റഗറി ആണോ, ഇപ്പൊ നോർമൽ ആണോ നോർമലി, ഇപ്പൊ ഇതേപോലെ തന്നെ ഇനോവ ടൈപ്പ് ആണ്, പ്രീമിയം കാർ ആണോ പ്രീമിയം കാർ, നിങ്ങൾ വരുന്നതിന് മുന്നേ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാണ്ട് അറിയാം. കാരണം ഇത് എന്തായാലും ചെക്കിങ് കഴിയാണ്, എന്തായാലും ഒരു 1-2 മണിക്കൂർ എന്തായാലും പിടിക്കും. കാരണം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്ത് കഴിയുന്ന പരിപാടിയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് സമയം എടുക്കും. അപ്പൊ നമ്മളൊരു ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെക്ക് ചെയ്ത് ഫുൾ. കാരണം നമ്മൾ ഈ വയറിംഗിന്റെ സംഗതി ഒന്നും ഒരാൾക്കും അങ്ങനെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ എത്ര പേസ്, പൊട്ടി പേസ്, ഫുള്ള് മൈക്രോ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് ഉള്ളിലേക്ക് ചെക്ക് ചെയ്യുന്നത്, ഡീപ്പായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കും, ആൾക്കാർ വിളിക്കട്ടെ. കാരണം അവര് വിളിച്ചിട്ട് അവർക്ക് ചെക്ക് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവർ വന്നോട്ടെ. നമ്മുടെ കറക്റ്റ് സ്പോട്ടോടെ വരുന്നത് നമ്മളിതിവിടെ കൊണ്ടോട്ടി ടു രാമനാട്ടുകര എയർപോർട്ട് റോഡാണിത്. അവിടുന്ന് ഐക്കരപ്പടി കഴിഞ്ഞിട്ട് കുറിയാട് എന്ന എക്സാക്ട് ലൊക്കേഷൻ. കുരിയാട് എന്ന എക്സാക്ട് ലൊക്കേഷൻ ഇതാ ജർമ്മൻ ചെക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവരെ നമ്പർ ഞാൻ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തോടി. കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പൻ നഷ്ടമാണ്. കാർ എടുക്കണ മുന്നേ ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക.